ഹലോ ഗെയ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ചായയൊക്കെ വെക്കാൻ പോണതിന് മുമ്പ് തുണിയെടുക്കാൻ പുറത്ത് വന്നപ്പോൾ എടുത്താണ്ട് നല്ല രസമില്ലേ വീഡിയോ. ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ചായ അല്ല കേട്ടോ, കാപ്പിയാണ്. എനിക്ക് കാപ്പിയാണ് ഇഷ്ടം കേട്ടോ. അപ്പൂചേട്ടന് ചായയാണ് ഇഷ്ടം. അപ്പോൾ ഇനിയിപ്പോൾ ചായ വേറെ കാപ്പി വേറെ വെക്കാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ അപ്പൂചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ, എനിക്ക് വേണ്ടി കാപ്പി കുടിക്കുമോ പ്ലീസ് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ കാപ്പിയൊക്കെ വെച്ച് അതിന് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ അച്ഛനും മോളും അവിടെ നല്ല കളിയാണ് കേട്ടോ. വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ വന്ന ഒരാൾ എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് അച്ഛനും മോളും കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോഴേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും പകുതി മുഴുവൻ മൈൻഡ് എൻ്റെ അവിടെയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാറായി പുഴയിൽ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് വന്നൊരു വട്ടമുണ്ടല്ലോ, അതൊരു ഭയങ്കര വട്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ. അതേ എന്താ ചായ ഇട്ട് ചെല്ലുമ്പോഴേക്കും എന്താ അച്ഛനും മോളും ഫ്രണ്ടിലെത്തിയിട്ടോ. കളിച്ച് പച്ചക്കറി വെക്കുന്ന സ്റ്റാൻഡിൻ്റെ ഒരു പകുതി കഷ്ണം നിബുവിൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ക്യാമറ കണ്ടപ്പോഴേക്കും ചീപ്പ് തലയിൽ വെച്ചുകൊണ്ട് ഓടി വന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് ആ കാപ്പി ഒരു കപ്പിലാക്കി കാപ്പിയും പിന്നെ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പം അതിങ്ങനെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ മുക്കി കഴിക്കാൻ. ഇത് എപ്പോഴുള്ള പരിപാടിയൊന്നുമല്ല, സ്ഥിരം പരിപാടിയല്ല കേട്ടോ ഈ ചായയും കാപ്പിയും കുടിക്കൽ. അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവനും ബിസ്ക്കറ്റ് അവിടെ എറിഞ്ഞപ്പോൾ അവിടെ കാക്ക വരേണ്ടതൊക്കെ പറഞ്ഞ് ഇവന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഓരോ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന്. പിന്നെ ക്യാമറ കണ്ടതിന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കണമായിരുന്നു കേട്ടോ. അതിന് ശേഷം എന്താ ഒരാൾ എൻ്റെ ഒപ്പം വന്ന് ഇരുന്നു കേട്ടോ, എൻ്റെ ഒപ്പം ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ അപ്പൂച്ചേട്ടൻ ഒന്ന് ചിരിക്കണം കണ്ടു കേട്ടോ. ആൾ ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ക്യാമറ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പോസിങ്ങൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അതാ കാക്ക വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ താഴത്തെ ബിസ്ക്കറ്റ് കുത്താൻ വേണ്ടി കാക്ക വന്നില്ല. കുറച്ച് നേരം ഫോൺ പിടിച്ചുകൊണ്ട് നിന്നിട്ട് അവസാനം മതിയായിട്ട് ഞാൻ ഓഫാക്കി കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ അതാ ഇവളിത് എടുത്തുകൊണ്ട് ഇത്ര നേരം കളിക്കണമായിരുന്നു. വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്ന് എടുത്തിട്ട് പറഞ്ഞപ്പോഴേക്കും വേഗം എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ചില സമയത്ത് ഞങ്ങളിങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊക്കെ വിദൂരത്തിലോട്ടൊക്കെ നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കോട്ടെ. അതൊന്നുമല്ല ആൾ കാക്കേനെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. പിന്നെ അതാ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായി. പാത്രമൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നെന്തായാലും അമ്മച്ചി അനിയനും വരാൻ വൈകും. അവർക്കൊരു കല്യാണം പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോയേക്കണേ. അപ്പം ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി വെക്കാം. ചിലപ്പോൾ കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞ് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല. ഇപ്പം നല്ല മൂടാണല്ലോ, ആളുടെ നല്ല മൂടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പരിപാടി ചെയ്യാനായിട്ട്. പിന്നെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ പോണതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കും എന്നുള്ള ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ചായ ഒഴിച്ചുകൊണ്ടിരിക്കണ വേറെ ഒന്നും അല്ല കേട്ടോ. എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു പണി കഴിഞ്ഞിട്ട്. അപ്പോൾ അവന് ചായ കുടിച്ച് 5 മിനിറ്റ് ഇരുന്നിട്ട് വേഗം പോകണം കേട്ടോ കല്യാണത്തിന്. അപ്പോൾ അവന് വേഗം ചായ വെച്ച് കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് അടുത്ത ആൾക്ക് ചായ വേണം, നീ വെച്ചാൽ കാപ്പി കൊള്ളൂല, അളിയിൽ എന്തായാലും ചായ കുടിക്കണില്ല, എനിക്ക് ഈ കളറിൽ ചായ വേണം പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് അപ്പൂച്ചാണ് ചായയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചായ കുടിക്കണം അത്ര നല്ല ശീലമില്ലെന്ന് അറിയാമെങ്കിലും വീട്ടിലിങ്ങനെ ഇരിക്കണതുകൊണ്ട് തന്നെ അപ്പൂച്ചാണ് ചായ വെക്കണ ഒരു സ്വഭാവം കുടിക്കുന്ന ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിബുവിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്ത ആൾക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടേതായ ഒരു പരിപാടിയായിരുന്നു. വീഡിയോ എടുത്ത് ചായയൊക്കെ കുടിച്ച് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു, അവന് ചായയൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനൊന്ന് കിടത്തി ഉറക്കി. ആളുടെ ഉറക്കം പറഞ്ഞാലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എപ്പോൾ ഉറങ്ങുമെന്നൊന്നും. രാവിലെ കഴിച്ചാൽ ചിലപ്പോൾ കഴിച്ചത് ഉറങ്ങും, ചിലപ്പോൾ കളിച്ച് കുറേ കഴിഞ്ഞ് ഉറങ്ങും. അങ്ങനെയാണ് കേട്ടോ. ഉച്ചക്കാണെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെ ഉറങ്ങുമൊന്നുമില്ല, കുറേ നേരം കളിച്ചതിപ്പോൾ ഈ സമയത്ത് ഉറങ്ങണം കേട്ടോ. എന്നാലും രാത്രി ഉറങ്ങാണ്ടിരിക്കുകയൊന്നുമില്ല. അപ്പം അങ്ങനെ ആളെയൊക്കെ ഉറക്കി. അപ്പം നമുക്ക് രാവിലെ വെച്ച് ചോറ് ഇരിപ്പുണ്ട്. പിന്നെ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഇനിയിപ്പോൾ രാത്രിത്തേക്ക് കഴിക്കാൻ തട്ടിക്കൂട്ട് ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം. ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഒന്ന് കഴിക്കാൻ. അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് വിഭവം ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അപ്പം അതിനാണ് ഇപ്പം അടുക്കളയിൽ വന്നിട്ടുണ്ട്. എണീക്കണതിന് മുമ്പ് ചെയ്തിട്ട് പോകണം. അപ്പം അത് നോക്കാം. തേങ്ങ ചമ്മന്തി ഇറക്കാൻ വേണ്ടി തേങ്ങ പൊട്ടിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ നോക്കട്ടെ കേട്ടോ. അവിടെ ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഫോണിൻ്റെ സൗണ്ട് വീഡിയോൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ 2 എണ്ണം ഫോണിൽ നോക്കി കിടക്കുന്നുണ്ട്. കൊച്ചെണീറ്റതൊന്നും മാത്രമേ ടെൻഷനുള്ളൂ. ഇവിടെ വാക്കത്തി ഉണ്ടായിരുന്നാണേ, അത് എവിടേക്കോ എൻ്റെ അനിയൻ പുല്ല് വെട്ടാനൊക്കെ പോയി അതിപ്പോൾ കാണാനില്ല. വീടിന് ചുറ്റും തന്നെ എവിടെയോ കൊണ്ടിട്ടു. സംഭവം എവിടെ പോയെന്നൊരു പിടുത്തം ആയിരിക്കില്ല. പിന്നെ എന്ത് ചെയ്യാനാ, അമ്മച്ചി കഴിഞ്ഞ ദിവസം ചട്ടകം വെച്ചിട്ട് പൊട്ടിക്കണുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചട്ടകത്തിൻ്റെ കഥ പറഞ്ഞാൽ കുറച്ച് അധികം പഴക്കമുള്ള ചട്ടകമാണ് കേട്ടോ. കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ചട്ടകം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടുരുളി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ചട്ടകമാണ് കേട്ടോ. എൻ്റെ അപ്പച്ചക്കൊരു സ്വഭാവമുണ്ട്, അത്യാവശ്യം ഒരു സാധനവും കളയില്ല, പഴയതാണെങ്കിൽ സൂക്ഷിച്ചു നോക്കട്ടോ. അങ്ങനെ അപ്പൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ അങ്ങനെ എൻ്റെ അപ്പൻ്റെ അമ്മേൻ്റെ ആ സമയം തൊട്ടുള്ള കുറേ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കുറേയൊക്കെ പോയി. അങ്ങനെ വന്ന സാധനം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി ഇത് വെച്ചിട്ട് ഇത് പൊട്ടിക്കണുണ്ട്. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. കൈ പൊട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഈ അമ്മച്ചി ഇതെങ്ങനെ പൊട്ടിച്ചതെന്ന് എനിക്കറിയില്ല. ഇത്ര തട്ടിയാലത് പൊട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ മിഷൻ സക്സസ് ആയിട്ട് ഞാൻ പൊട്ടിച്ചത് പൊട്ടി. ഒരു വരയൊക്കെ വീട്ടിൽ
പറ്റില്ലെന്ന് വിചാരിച്ച ഒരു കാര്യം പറ്റില്ല. കുറച്ച് നേരത്തെ അടി കൊണ്ടാണെങ്കിലും സാധനം പൊട്ടി. പേടിച്ച് തേങ്ങ പൊട്ടിക്കണം. ഞാൻ ഈ തേങ്ങ പൊട്ടിക്കാൻ പഠിച്ചിട്ട് അധികം നാളൊന്നും ആയില്ല കേട്ടോ. എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ പറഞ്ഞു സക്സസ്. അപ്പം ഇതുകൊണ്ട് നമ്മൾ ഇന്നൊരു ചമ്മന്തി ഉണ്ടാക്കി കഴിക്കും കഞ്ഞീൻ്റെ കൂടെ. പിന്നെ തേങ്ങ വെള്ളം അങ്ങനെ കളയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ ഊറ്റണേൻ്റെ പങ്കൽപ്പാടിലുണ്ട്. ഇപ്പം ചിലപ്പോൾ എല്ലാം പോയേനെ. പിന്നെ അങ്ങനെയൊക്കെയോ നമ്മൾ ശരിയാക്കി. ഇവിടത്തെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ വാർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കറിയാൻ പാടില്ല. ഇത്ര നാളെ അമ്മച്ചി ചോറ് വെച്ചിട്ട് പോകും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ വാർത്തിട്ടില്ല. കഞ്ഞിയൊക്കെ ഞാൻ ഇതുപോലെ തിളപ്പിച്ചൊക്കെ വെക്കും. അമ്മച്ചാണ് ഊറ്റിക്കൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം എല്ലാം പോയേനെ. അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ അനിയൻ വന്ന് ചോദിക്കേണ്ട കല്യാണത്തിന് പോകാൻ ഏത് ഡ്രസ്സ് ഇടണം അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ഞുറങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ശരി എന്നാൽ നമുക്ക് തേങ്ങ ഇതാക്കി എടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഇതാണ്ട് എനിക്ക് കുറച്ച് എളുപ്പം. പിന്നെ സൗണ്ട് കേട്ട് അവൾ എണീക്കില്ലല്ലോ. ഇവിടെ എന്തായാലും ചിരവയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ തേങ്ങാ ചമ്മന്തിക്കുള്ള സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറേ നാളായി കേട്ടോ തേങ്ങാ ചമ്മന്തി കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കൊതിയായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതാ നമുക്ക് രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയായി. നല്ല കിണ്ണം കാഴ്ച ചമ്മന്തിയാണ് കേട്ടോ. കുറേ നാളിന് ശേഷം ചമ്മന്തി കഴിക്കണം. അതുകൊണ്ട് തന്നെ കഴിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മാങ്ങ ചമ്മന്തിയൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ കേട്ടോ. കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ പച്ചമുളകിൻ്റെ എരിവെങ്ങാനും മുമ്പിൽ നിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടില്ല. അപ്പം ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു രസവും കൂടി ഉണ്ടാക്കിയാലോ. ഒരു സിമ്പിളായിട്ട് അടിപൊളിയായിട്ടുള്ള രസം കേട്ടോ. സ്കിപ്പ് ചെയ്യേണ്ടത് കാണണേ. അപ്പം ഞങ്ങളുടെ നീവുമോള് ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട്. രസം ഉണ്ടാക്കിയിട്ടില്ല. രസം ഉണ്ടാക്കാൻ പോണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ചോറും പിന്നെന്താ ചമ്മന്തി ആയിട്ടുണ്ട്. തേങ്ങാ ചമ്മന്തി. പിന്നെ രസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കല്ലോ. അവിടെ 2 തക്കാളി. അപ്പോൾ രസത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. തക്കാളി, ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില കേട്ടോ. അപ്പോൾ അത് അരച്ച് ഏകദേശം പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഈ മൺചട്ടിയിലാണ് കേട്ടോ രസം വെക്കാൻ പോണത്. ബാക്ക് ക്യാമറ ചെയ്തുകൊണ്ട് എന്നെ അതിൽ എത്രത്തോളം കാണേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാനേ. അപ്പം ഇതാ നമ്മുടെ രസത്തിന് വേണ്ടിയുള്ള ചട്ടി മൺചട്ടി ഇട്ട് അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ. എണ്ണയല്ല കേട്ടോ, ഓയിലാണ് കേട്ടോ. കാരണം എണ്ണ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആവശ്യത്തിന് സാധനം ഉണ്ടാവില്ല. ആദ്യം കടുകണ്ടതിൻ്റെ പകരം വീഡിയോ എടുക്കണതിൻ്റെ ആ ഒരു തിരക്കിലും കുഞ്ഞെണീറ്റ് വന്നതിൻ്റെ ധൃതിയിലും കൊണ്ടുപോയി ജീരകം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ജീരകം കടുക് ഒരുമിച്ച് കിടന്ന് പൊട്ടിക്കോളുമല്ലോ. കടുക് ഒരു സ്വല്പം കൂടിപ്പോയെന്നൊക്കെ തോന്നിയായിരുന്നു, പക്ഷേ കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അരപ്പും കൂടി അതിലിട്ടിട്ട് നല്ല മണമൊക്കെ വന്നിട്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടപ്പോഴത്തെ തന്നെ നല്ല മണം വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ അപ്പം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ നല്ല രീതിയിലൊന്ന് മൂത്ത് തന്നെ വരെ ഒന്ന് വെക്കണം കേട്ടോ. അതിനുശേഷം എന്താ അതിലോട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി എന്തായാലും മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ മണത്തിനും ടേസ്റ്റിനും കായപ്പൊടി എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അതാ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ രസം ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. പിന്നെ അതാ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഭംഗിക്ക് ഇട്ട് കൊടുത്തിട്ടോ.